ഗൈസ്, നമ്മൾ തെരണ്ടിക്കുള്ള ബെയ്റ്റ് കെട്ടുന്ന രീതി ഈയിടെയായി മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട്. തെരണ്ടി സീസണിൽ നമ്മൾ സാധാരണയായി ഒരു ഫുൾ അയലയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാറ്. പല രീതിയിൽ നമ്മൾ ഇതിനെ കൊരുത്തെടുക്കാറുണ്ടെങ്കിലും ഈ കാണുന്നത് അതിലൊരു രീതിയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ കെട്ട് എന്നറിയപ്പെടുന്ന ഈ രീതിയിൽ ഇതിനെ നൂലിട്ട് കെട്ടേണ്ട ആവശ്യം വരുന്നില്ല. എന്തായാലും ഒരു ഫുൾ അയല കിടക്കുന്ന കാണുമ്പോൾ ഒരു അലുവ കഷ്ണം കിട്ടിയ രീതിയിലാണ് തെരണ്ടി ഇതിനെ എടുത്ത് അകത്താക്കുന്നത് കേട്ടോ. അത്യാവശ്യം സൈസുള്ള ഒരു തെരണ്ടി കയറി ബെയ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കുറെ നേരം അവന് വേണ്ടി ഉള്ളത് മാത്രമാണ്. ഡ്രാഗ് എല്ലാം വലിച്ചിളക്കിക്കൊണ്ട് അവന്റെ ഫുൾ പവറും കാണിച്ചുകൊണ്ട് അവൻ ഓടണ ഓട്ടം ഒരിക്കലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഓടിത്തളരുന്നത് മനസ്സിലാക്കി ഡ്രാഗ് ടൈറ്റാക്കി അവനെ ഓട്ടത്തിൽ നിന്ന് നിർത്തുക എന്നത് മാത്രമാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. മീൻ വരുതിക്കായെന്ന് മനസ്സിലായ പിന്നെ അങ്ങോട്ട് നമ്മുടെ കളിയാണ് കേട്ടോ. ഒന്നും നോക്കാതെ പിന്നെ അങ്ങോട്ട് ആശാനെ വലിച്ച് കരയോട് അടുപ്പിക്കലാണ്. ഇതിനിടയ്ക്കായി ചിലപ്പോഴൊക്കെ ആശാൻ വീണ്ടും ഓടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ ടൈമിലൊക്കെ ഡ്രാഗ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളും ഇതിനകത്ത് പ്ലാനുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ. വലിച്ച് അവസാനം തീരത്തുള്ള തിരക്കൊടിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആശാന് അവിടെ നിന്നൊരു പൈറ്റലുണ്ട്. ഇവിടെ നിന്നും കരയിലേക്ക് ഒടിഞ്ഞു കയറുന്ന തിരയുടെ സഹായത്തോടെയാണ് സാധാരണയായി നമ്മൾ ഉമ്മാരെ കരയിലേക്ക് വലിച്ചു കയറ്റാറ്. കൂടെ ഗഫ് ചെയ്ത് പിടിച്ചു കയറ്റാൻ ഒരാളില്ലെങ്കിൽ തെരണ്ടി വേട്ടയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമായിരിക്കും ഇത്. പിടിച്ചു കയറ്റുന്നതിനിടെ വാക്കല്ലാതെ തെരണ്ടിയുടെ വാലിന്റെ അറ്റത്ത് പോയി നിന്ന് വാലിലെ മുള്ളു കൊണ്ടുള്ള നല്ല സൂപ്പർ കുത്തു കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബാർബ് എന്നറിയപ്പെടുന്ന ഇവമാരുടെ വാലിലുള്ള ഈ മുള്ളിന് ഒരു അരത്തിന്റെ അതേ ഘടനയാണ്. ഒരു മിനി അരമായതുകൊണ്ട് തന്നെ പൊത്ത് കയറി കഴിഞ്ഞാൽ കുറച്ച് മാംസത്തോടെ ആയിരിക്കും ഇത് തിരിച്ചിറങ്ങി വരിക. മാത്രമല്ല ഇതുകൊണ്ടുണ്ടാകുന്ന വേദന എന്നത് ചിലപ്പോൾ സഹിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരത്തില്ല കേട്ടോ. ഇതുകൊണ്ട് തന്നെ തെരണ്ടി സീസണിൽ തെരണ്ടിയുടെ ആക്ടിവിറ്റി ഉള്ള ബീച്ചിലേക്ക് ഇറങ്ങുന്നവർ നല്ല രീതിക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങ് തീരത്ത് വളരെ കുറച്ച് വെള്ളമുള്ള സ്ഥലത്ത് വരെ ഇവമാർ വന്ന് കിടക്കാറുള്ളത് കൊണ്ട് തന്നെ ഇറങ്ങി ചവിട്ടിയാൽ നല്ല സൂപ്പർ കുത്തു കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഇന്നത്തെ 10-15 മിനിറ്റുള്ള ഫൈറ്റിന് ശേഷം അത്യാവശ്യം സൈസുള്ള ഒരു തെരണ്ടിയെ നമ്മൾ അടിച്ച് കരക്കേറിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, തെരണ്ടി സീസൺ എന്നാൽ നമ്മളെ പോലുള്ള ആംഗ്ലേഴ്സിന് അതൊരു ഉത്സവകാലം തന്നെയാണ് കേട്ടോ.